ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള തൈര് കടുമാങ്ങയാണ്. വളരെ രുചികരമായിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ തൈര് കടുമാങ്ങ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ തൈര് കടുമാങ്ങ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. ഞാനിപ്പോൾ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അത്രയും സമയം കൊണ്ട് തന്നെ ഈ ഉപ്പെല്ലാം നന്നായിട്ട് ഈ മാങ്ങയിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടും. കുറച്ചും കൂടി കൂടുതൽ സമയം നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം വെക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാവുന്നതാണ്. ഇനി വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലാക്സ് ആണ്. 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ചില്ലി ഫ്ലാക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുളക് ഒന്ന് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇതുപോലെ. അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കൂടെ പിന്നെ വേണ്ടത് ഒരു പിഞ്ച് അളവിൽ മാത്രം ഉലുവാപ്പൊടിയും കൂടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് കേട്ടോ. ഉലുവാപ്പൊടി ഒരുപാട് കൂടി പോകണ്ട. ഒരു 2 പിഞ്ച് അളവിൽ കായപ്പൊടി ചേർക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത്, നമ്മളിപ്പം ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ മാങ്ങാ കഷ്ണങ്ങൾ ചേർക്കാം. മാങ്ങാ കഷ്ണങ്ങൾ ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫ്ലെയിം ഇപ്പോൾ നന്നായിട്ട് കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. മാങ്ങ ഒരുപാട് ഇങ്ങനെ വെന്ത് സോഫ്റ്റായി കുഴഞ്ഞു പോകണം എന്നുള്ള ആവശ്യമില്ല. ഇതുപോലെ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത്, ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചതച്ചെടുത്ത കടുകും കൂടി ചേർക്കുകയാണ്. ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ തൈരും കൂടിയാണ്. നല്ല കട്ടി തൈര് നോക്കിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഫ്ലെയിം നന്നായിട്ട് ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ മൺചട്ടിയിലൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിതിലേക്ക് തൈര് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തൈരും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ട് തൈരൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയമായിട്ട് നമ്മളിത് ഇളക്കി കൊടുത്ത് തൈര് തിളപ്പിച്ചെടുക്കരുത്, എങ്കിൽ പിന്നെ തൈരെല്ലാം പിരിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ തൈരെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തൈര് കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സദ്യക്ക് നമുക്ക് സൂപ്പറായിട്ട് സൈഡായിട്ട് വിളമ്പാൻ പറ്റുന്ന ഒന്നാണിത്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലൊരു തൈര് കടുമാങ്ങ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഈ തൈര് കടുമാങ്ങയ്ക്ക്. ഒരു പഴയകാല വിഭവമാണ്. മറക്കാതെ ഈ ഓണത്തിന് നിങ്ങൾ സദ്യയ്ക്കൊപ്പം ഇതുപോലെ തൈര് കടുമാങ്ങ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.